Hello friends, welcome to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എഗ് മക്രോണിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് കേട്ടോ. ഇതിലേക്ക് വലിയ സവാള ആയ കാരണമാണ് ഞാൻ ഒന്നെടുത്തത്. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു മീഡിയം സൈസ് ഉള്ളതാണെങ്കിൽ 2 സവാള എടുത്തോളൂ കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഈ പാനിൽ തന്നെ 2 കോഴിമുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതായിരുന്നു കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചിക്കി എടുക്കുക എന്ന് പറയും, അങ്ങനെ എടുക്കാം. എഗ്ഗ് ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഈ മിക്സിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മക്രോണിയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മക്രോണി വേവിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണേ. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിട്ടോ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ പാകത്തിന് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഈ മക്രോണി ഇട്ടിട്ട് ഒരു 95% നമ്മൾ വേവിച്ചെടുക്കുക. നമ്മൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് കുക്കായിട്ടുണ്ടോയെന്ന്. അങ്ങനെ കുക്കായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ എരിവ് ഒക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കോഴിമുട്ടയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് ഈവനിങ്ങിൽ അതുപോലെ തന്നെ നൈറ്റിൽ ഫുഡ് നമുക്ക് എഗ് മക്രോണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.